ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻട്രോ കണ്ടിട്ട് ഇന്ന് ക്രാഫ്റ്റ് വീഡിയോ ഒന്നും അല്ലല്ലോ തെറ്റിദ്ധരിക്കേണ്ട ആണ് കേട്ടോ. ഇന്നേ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗാർഡനിലൊക്കെ ഒറിജിനൽ പ്ലാന്റിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ DIY പ്ലാന്റ് ഉണ്ടാക്കിയാലോ? ദേ ഇയാൾ തന്നെയാണ് കേട്ടോ ആള്. അപ്പോൾ ഇന്ന് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയിട്ട് വീഡിയോ കാണണം കേട്ടോ. എന്നാൽ പിന്നെ പരിപാടി തുടങ്ങാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഞാനൊരു ഗ്രീൻ കളർ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനാദ്യം ഒന്ന് സെൻറ്ററിലൊന്ന് മടക്കിയെടുക്കുക. ഒരു കുഞ്ഞ് പീസ് മതിയിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഈ ഹാഫ് പോർഷൻ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി ആ ഹാഫ് പോർഷന് ഒന്നും കൂടി ഹാഫായിട്ട് മടക്കുക. എന്നിട്ട് ഒന്നും കൂടെ മടക്കിയിട്ടെടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ മടക്കിയിട്ട് ആദ്യം നമ്മൾ ഹാഫ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് പിന്നെ അതിനെ 2 പ്രാവശ്യം ഹാഫാക്കിയിട്ട് മടക്കി. എന്നിട്ട് ഇതാ ഈ വേണ്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പീസ് കിട്ടും. ഞാൻ 4 ഇതളുള്ള പോലെയാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ഇതൾ കൂടെ വേണം, പെറ്റൽസ് കൂടെ വേണം. സോ ഒന്നും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് മാറിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ നമുക്കിവിടെ 4 ഇതൾ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് 4 ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഈസിയാവും. ഞാനിവിടെ 2 പ്രാവശ്യം കട്ട് ചെയ്തെന്നുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു സ്റ്റിക്കാണ്. നമ്മൾ ബാർബിക്യൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് വേണ്ട സൈസിൽ അതിനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ അത് പൊട്ടിക്കാൻ കഴിയും. അപ്പോൾ ഇതേ അങ്ങനെ ഞാനൊരു സൈസിൽ ഇവിടെ എടുത്തു. ഇനി ആ സ്റ്റിക്കിൻ്റെ തമ്പത്ത് ഒരു കൂർപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കൂർപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു നമ്മളെ ഇതളുകൾക്ക് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദേ 4 ഇതളിനും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്റ്റിക്ക് കയറാൻ പാകത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് പൂവാക്കണമെങ്കിൽ ഇതളുകളൊക്കെ ഉള്ളിലോട്ട് വെക്കണം അല്ലേ, ഈ ഒരു സ്റ്റിക്കിൻ്റെ അകത്തോട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിക്കിൽ തമ്പത്ത് കുറച്ച് പശ ഗ്ലൂ ആക്കുകയാണ് കേട്ടോ. ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം എന്താ ഈ ഓരോ ഇതളുകളും അതിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് 4 ഇതളും വെച്ചിട്ടുണ്ട്. ഇനി ശേഷം അതൊന്നും കൂടി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഭാഗത്തും അതേപോലെ മുകളിലെ പോർഷനും കുറച്ചും കൂടി ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നത് അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നോളും. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ മുകളിലെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തെർമോക്കോൾ പീസിൽ നിന്നും ഒരു കുഞ്ഞ് തെർമോക്കോൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം. ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കറക്റ്റ് റൗണ്ട് ഒന്നും വേണ്ട, എന്നാലും ഒരു കുഞ്ഞ് പീസാക്കിയിട്ടൊന്ന് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് സ്മോൾ പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിതാ ഈ മുകൾ ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഫ്ലവർ റെഡിയായി. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 5 ഫ്ലവർ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവറൊക്കെ റെഡി ആയില്ലേ. ഇനി നമുക്കിത് വെക്കാനൊരു സാധനം കൂടെ വേണ്ടേ. അപ്പോൾ നമ്മളിത് അവിടെ ഒരു പഴയ ഐസ്ക്രീമിൻ്റെ ബോൾ ഉണ്ടായിരുന്നു, ബോളല്ല ഐസ്ക്രീമിൻ്റെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ പോട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒരു വേസ്റ്റ് സാധനമാണ്. അതിനെ നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല, അതിനെ നമ്മൾ റീയൂസ് ചെയ്ത് വിടാം. ഇനി അതിലോട്ട് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തെർമോക്കോൾ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ പോർഷനും ഒന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് റെഡി ആയതിന് ശേഷം ഞാനിതാ ഓരോ ഫ്ലവറും ഈ തെർമോക്കോളിലോട്ട് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ വർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഇംപ്രഷൻ വഴിയാണ് നമ്മുടെ വീഡിയോസിന് റീച്ച് വരുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. പിന്നെ ഇതാ പോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, ഫ്ലവറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഇതേ ഞാൻ ആ തെർമോക്കോൾ ഒന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഡെക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ പഴയ ഒരു അക്വേറിയത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ചെറിയ ചെറിയ കല്ലുകളാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇതാ മുകളിലൂടെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതല്ലെങ്കിൽ നമുക്ക് മണ്ണായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഗ്രാസ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ. ഇനി അതും ഇല്ലെങ്കിൽ നമ്മുടെ സാധാ നോർമൽ കല്ല് വേണമെങ്കിലും വെച്ചാലും ഒന്ന് ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്